അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക് ഫിൽസ കുക്കിംഗ് റെസിപ്പീസ്. ഇനി അങ്ങോട്ട് കുറച്ച് ദിവസത്തേക്ക് ബ്രേക്ക്ഫാസ്റ്റ് സീരീസ് ചെയ്താലോ എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നിങ്ങൾ എൻ്റെ വീഡിയോസ് കണ്ടിട്ട് എന്നെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഡേ 1 ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് നല്ല മലബാറുകാരുടെ മുട്ട സുർക്കിയും അതുപോലെ സ്പെഷ്യൽ മുട്ടക്കറിയുമാണ്. ഞാനൊരു 2.5 കപ്പ് പച്ചരി എടുത്തിട്ട് നന്നായി കൈ വൃത്തിയാക്കിയതിന് ശേഷം ഒരു 4 മണിക്കൂർ നേരം കുതിർത്തി വെച്ചിട്ട് വെള്ളമൊക്കെ അരിച്ചിട്ട് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഏലക്കായൻ്റെ സീഡും അതുപോലെ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. ശേഷം ഒരു ബൗള് ചോറ് ഞാൻ ഇട്ട് കൊടുത്തിട്ട് ഒന്നെല്ലാം കൂടി ഒന്ന് നന്നായി മിക്സ് ആക്കി എടുക്കുന്നുണ്ട്. ഇത് ഫുള്ളായിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അതുപോലെ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കാം. വെള്ളം ഒഴിച്ച് കൊടുക്കുന്ന സമയത്ത് പിന്നെ ഈ അരിൻ്റെ താഴത്തായിട്ട് വെച്ചെടുക്കണം കേട്ടോ. ഇത് മുകളിലോട്ടേക്ക് എത്താൻ പാടില്ല. അതിൻ്റെ താഴത്തോട്ടേക്ക് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഇതിലേക്ക് 2 മുട്ട പൊട്ടിച്ചിട്ട് ഇട്ട് കൊടുക്കാം. ഒരു പിഞ്ച് സോഡാപ്പൊടിയും കൂടി ഞാൻ ഇതിലേക്ക് ചേർത്തി കൊടുക്കുന്നുണ്ട്. നിർബന്ധമില്ല, ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്തി കൊടുത്താൽ മതി. നല്ല കട്ടിക്ക് തരിതരിപ്പോടും കൂടി അരി അരച്ചിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. ബാറ്റർ കുറച്ചങ്ങോട്ട് മാറ്റി വെച്ചിട്ട് ഫസ്റ്റ് ഞങ്ങൾക്ക് കറി ഉണ്ടാക്കാൻ തുടങ്ങാം. 5 മുട്ട ബോയിൽ ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു സവാള നേരിയതായി സ്ലൈസ് ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി, 1 ടേബിൾ സ്പൂൺ ഇഞ്ചി, ഒരു 5 പച്ചമുളക്, 3 തക്കാളി എന്നിവ എടുത്തിട്ടുണ്ട്. ഒരു പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം തക്കാളി ഒഴികെ ബാക്കിയെല്ലാം ഇതിലേക്ക് ഇട്ട് കൊടുത്ത് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തി കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം. സവാള ഒന്ന് വഴന്ന് കിട്ടിക്കഴിഞ്ഞാൽ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഫുള്ളായിട്ട് മഞ്ഞൾപ്പൊടി ചേർത്തി കൊടുക്കാം. അതുപോലെ 1 ടീസ്പൂൺ ഫുള്ളായിട്ട് ഗരം മസാലപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. ഇത് രണ്ടും കൂടി നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കാം. വേറെ മസാലപ്പൊടികളൊന്നും ഞാൻ ചേർത്തി കൊടുക്കുന്നില്ല, ഇത് മാത്രം മതിയാവും. അതിനുശേഷം തക്കാളിയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. തക്കാളി വഴന്ന് വരുന്നവർക്കും നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് വേവിച്ചിട്ടെടുക്കാം. ഇടയ്ക്ക് ഒന്ന് തുറന്നിട്ട് ഇളക്കി കൊടുക്കാം. കറിക്ക് ആവശ്യമായിട്ട് ഒരു 3 മുട്ട നമുക്ക് ഒരു ബൗളിലേക്ക് പൊട്ടിച്ചിട്ട് കൊടുക്കാം. മുട്ട ചെറുതായിട്ട് ഞാനൊന്ന് ഇതുപോലെ കലക്കി എടുക്കുന്നുണ്ട്. തക്കാളി ഒന്ന് വഴന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി എടുത്ത് വെച്ചിട്ടുള്ള മുട്ട ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് ഒന്ന് നന്നായിട്ട് മിക്സാക്കി എടുത്ത് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഈ മസാലയൊക്കെ എടുത്ത് കടന്നിട്ട് ഈ മുട്ട ഒന്ന് നന്നായിട്ട് റോസ്റ്റായി കിട്ടണം. അടച്ച് വെച്ചിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇനി തുറന്ന് വെച്ചിട്ട് ഇളക്കി ഇട്ട് കൊടുത്ത് മുട്ടൻ്റെ വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കാം. ശേഷം ഇതിലേക്ക് ഒരു തേങ്ങൻ്റെ കട്ടി തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുത്ത് ഒന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട്. ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുത്ത് തുറന്ന് വെച്ചിട്ട് തന്നെ ഈ കറി ഒന്ന് വറ്റിച്ചെടുക്കാം. ഈ സമയത്ത് ഉപ്പൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. കറി വറ്റി വരുന്ന സമയം കൊണ്ട് തന്നെ നമ്മൾ ഇട്ടിട്ടുള്ള ഈ മുട്ടൻ്റെ ഫ്ലേവറൊക്കെ ഈ കറിയിൽ നന്നായിട്ട് പിടിച്ചിരിക്കും. കറി ഒന്ന് തിളച്ച് വന്നെന്ന് കണ്ടു കഴിഞ്ഞാൽ ഈ സമയത്ത് നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഞാനൊരു 4 പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. മുളക് പൊടി ഒന്നും ഇട്ട് കൊടുക്കാത്തത് കൊണ്ടാണ് ഞാൻ കുറച്ച് എരിവിന് വേണ്ടിയിട്ട് ഇപ്പോൾ പച്ചമുളക് ചേർത്തി കൊടുത്തിട്ടുള്ളത്. ഈ കറി ഒന്ന് വറ്റി വന്നതിന് ശേഷം നമുക്കിനി ഒരു ഗ്ലാസ് ഫുള്ളായിട്ട് പശുവിൻ പാൽ ഒഴിച്ച് കൊടുത്തിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. ശേഷം ബോയിൽ ചെയ്തിട്ടുള്ള മുട്ട ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഗ്രേവി എടുത്തിട്ട് ഈ മുട്ടൻ്റെ മുകളിലേക്ക് ഇതുപോലെ ആക്കി കൊടുക്കാം. മുട്ടൻ്റെ ഫ്ലേവറൊക്കെ ഒന്ന് കറിയിലേക്ക് ഇറങ്ങി വരാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം വരെക്കും നമുക്ക് ചെറിയ ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ട് ഈ കറി ഒന്ന് തിളപ്പിച്ചിട്ടെടുക്കാം. കറി ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. മുട്ട സുർക്ക ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഓയിലാണ് എടുത്തിട്ടുള്ളത്. ഒരു പാനിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് നമ്മൾ അരച്ചെടുത്തിട്ടുള്ള ബാറ്റർ നമുക്കൊരു തവി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായതിന് ശേഷം വേണം ബാറ്റർ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ. നന്നായിട്ട് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് ഈ അപ്പത്തിൻ്റെ മുകളിലായിട്ട് ഇതുപോലെ ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. മുട്ട സുർക്ക നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട് കേട്ടോ.
നിങ്ങൾക്ക് ഇത്ര വെന്താൽ മതി എന്നാണെങ്കിൽ ഇപ്പം തന്നെ കോരിയെടുക്കാവുന്നതാണ്. ഞാനൊരു ഗോൾഡൻ കളറാവുന്നത് വരെ വേവിച്ചെടുത്തിട്ടുണ്ട്. ബാറ്റർ തീരുന്നത് വരെക്കും നമുക്ക് ഇതേപോലെ തന്നെ ചുട്ടെടുക്കാം. നിങ്ങൾക്ക് ഇത്ര മതിയാണെങ്കിൽ ഇപ്പം തന്നെ കോരിയെടുക്കാവുന്നതാണ്. ഒരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് ചൂടായതിനു ശേഷം കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഈ കറിയിലേക്ക് കടുക് താളിച്ചത് ഇട്ട് കൊടുക്കാം. എന്നിട്ടൊന്ന് നന്നായിട്ട് മിക്സ് ആക്കി കൊടുക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള സ്പെഷ്യൽ മുട്ടക്കറിയും അതുപോലെ കണ്ണൂർക്കാരുടെ മുട്ട സിർക്കി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ കറി ഇതുപോലെ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഒരു പ്രാവശ്യം ഉണ്ടാക്കി നോക്കൂ. വെള്ളം ചേർക്കാത്ത നല്ല അടിപൊളി കറിയാണ്. ഇഷ്ടപ്പെട്ടെങ്കിൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.